Watch India's largest kids library only on Jio Hotstar. Download the app now. എന്താ ഇത്? ആരും ഉന്തും തള്ളും ഉണ്ടാക്കരുത്. മര്യാദക്ക് ലൈനായിട്ട് നിക്ക്. ഓയ് മോട്ടു, എന്റെ ചങ്കേ, എന്റെ ബ്രോ, എന്താ ഈ സംഭവിക്കുന്നത്? ഒരു ചായ കുടിക്കണം തോന്നിയപ്പോ പാല് മേടിക്കാൻ വന്നതാ. ഒന്ന് വേഗം ആവട്ടെ. ഓഹോ, പക്ഷേ ഇത് ഗ്യാസ് സിലിണ്ടറിനുള്ള ക്യൂ ആണ് ചങ്കേ. ഇതൊക്കെ നല്ലോണം അറിയാലോ, പിന്നെന്തിനാ എന്നോട് ചോദിച്ചത്? നിങ്ങൾ കാണുന്നില്ലേ വലിയേട്ടാ, എത്ര വലിയ ഉന്തും തിരക്കിലോ നിക്കുന്നെന്ന്. ഒരു സിലിണ്ടർ ഒരു മാസം പോലും എത്തുന്നില്ല. അപ്പോഴത്തേക്കും മറ്റൊരു സിലിണ്ടർ മേടിക്കാൻ ക്യൂല് നിൽക്കേണ്ടി വരുന്നു. ഇങ്ങനെ കിടന്ന് സംസാരിക്കാതെ ആദ്യം സിലിണ്ടർ വാങ്ങിക്കേ. അതേ ബോക്സറെ, ലൈനിൽ വരൂ. നിങ്ങൾക്ക് എന്താ കണ്ണു കണ്ടോടോ ഇത്രയും വലിയ ക്യൂ നിൽക്കുന്നത്? ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നായിരിക്കും ലൈൻ തുടങ്ങുന്നത്. മനസ്സിലായ മോനെ? എന്റെ മോട്ടോ മിണ്ടാതിരുന്നോ, അല്ലെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് നല്ല അടി മേടിക്കും. അതെ, മിണ്ടാതിരുന്നോ, ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നല്ല അടി മേടിക്കും. ഓ, എന്റെ മോട്ടോ നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത്, അല്ലാതെ അവനോടല്ല. എന്താടാ പറഞ്ഞേ? എന്നോട് മിണ്ടായിരിക്കാനോ? എന്നാ പിടിച്ചോ. എന്നാ പിടിച്ചോ. ഇനി പിടിച്ചോ. എന്നാ പിടിച്ചോ. ഇനി പിടിച്ചോ. എന്നാ പിടിച്ചോ. പിടിച്ചോ. ആരും വെറുതെ വിടില്ല. ഇത് കുഞ്ഞാ തരും. എന്നാ പിടിച്ചോ. എന്നാ കുഞ്ഞാ തരും. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലം അനുഭവത്തിൽ ഞാൻ ആകെ ഇതുവരെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. മോട്ടു പത്ലൂനോടൊപ്പം കൂട്ടുകൂടിയതാണത്. ഇത് കാരണം എനിക്ക് എത്ര തല്ലാണ് വാങ്ങേണ്ടി വന്നത്. എനിക്ക് വയ്യ. പറയുന്ന ഗസീട്ടാ. ഓയ് മോട്ടു പത്ലു, നിങ്ങൾ അതിനെ കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇതാണ് നാച്ചുറൽ ഗ്യാസ് സിലിണ്ടർ. നാച്ചുറൽ ഗ്യാസ് സിലിണ്ടർ എന്താണത്? ഈ ഗ്യാസ് സിലിണ്ടറിന്റെ മൂടി തുറന്നിട്ട് ഇതിനകത്ത് ഇലയും കമ്പും ഫുഡിന്റെ വേസ്റ്റും എല്ലാം ഇടണം. മനസ്സിലായോ? ഒരു മിനിറ്റ്, ഈ ചോദ്യം ചോദിച്ചത് ആരാ? ചോദ്യം ആര് ചോദിച്ചാലും ഉത്തരം ഒന്നല്ലേ ഉള്ളൂ ചങ്കേ. ഇനി ഈ ബട്ടൺ ഓൺ ആക്കിയാൽ മതി. അകത്ത് ഗ്യാസ് ഉണ്ടാക്കുന്നത് തനിയെ വർക്കായിക്കോളും. ഒരു സിലിണ്ടർ ഒരു ദിവസം മുഴുവനും വെച്ച് കഴിഞ്ഞാൽ 2 മാസത്തേക്കുള്ള ഗ്യാസ് നമുക്ക് കിട്ടും. അതെന്നെ, 2 മാസമോ? അതെ, 2 മാസം. ആരാ ഈ ചോദ്യം ചോദിച്ചത്? അത് പിന്നെ ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ 2 മാസം എത്തുമെന്ന് പറഞ്ഞാൽ അത് അടിപൊളിയല്ലേ? ഞങ്ങൾക്ക് ഇനി ഗ്യാസിന് വേണ്ടി ഇങ്ങനെ ലൈന് പോയി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ എക്സ്പെരിമെന്റ് സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്കിത് വിറ്റിട്ട് കുറെ കാശുണ്ടാക്കാൻ പറ്റുന്നേ. മോട്ടു പത്ലു ഗ്യാസ് കമ്പനി എന്ന പേരിൽ നമുക്കൊരു ഗ്യാസ് ഏജൻസിയും തുടങ്ങാന്നേ. എന്നാലും നിങ്ങളിപ്പോ ഞങ്ങള് കാരണം ദുഃഖിതനല്ലേ? ഞങ്ങള് കാരണം നിങ്ങൾക്ക് അടി വരെ കിട്ടിയില്ലേ? അതെ, ഞാൻ അതൊരു തമാശക്ക് പറഞ്ഞതല്ലേ. നിങ്ങൾ രണ്ടാളും എന്റെ ഉറ്റ സുഹൃത്തുക്കളല്ലേ. എന്ത്? മോട്ടു, നീ എന്തായി ചെയ്ത്? മോട്ടു പത്ലു, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. മോട്ടു പത്ലു ഒരു സൗഹൃദത്തിൽ എപ്പോഴും കിട്ടുമടി. പൊളിച്ചെടുത്തല്ലോ എന്ന് പറഞ്ഞ് നടക്കുന്ന ഗസീട്ടാറാം ഇതാ പറന്നു പോയിരിക്കുന്നു. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് സ്ഥലം വിട്. ജോൺ, അവിടെ നിൽക്ക്. മോട്ടു പത്ലു, ഡോക്ടർ ചക്ക. ഡോക്ടർ ജട്ക, ഹെൽപ്പ്!
ഓ എന്റെ കയ്യിൽ ആകെ ഒരു സിലിണ്ടറേ ഉള്ളൂ. അത് നശിപ്പിച്ച് കളയരുത്. മുറുക്ക പിടിച്ചോണം. എന്താ പറഞ്ഞേ? ഓയ് പേടിക്കേണ്ട ചങ്കുകളെ, ഞാൻ ഇത് നിർത്താനുള്ള എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചോണ്ട് വരാം. അതുവരെ നിങ്ങൾ ഇങ്ങനെ പറന്നുകൊണ്ടേ നടക്കണം കേട്ടോ. ഒരിക്കലും പിടിവിടരുത്. ബോക്സർ ചേട്ടാ മാറിക്കോ. ഏയ്, എന്തായി കാണിക്കുന്നേ? നിന്നോട് ഞാൻ വെറുതെ വിടില്ല. മാറിപ്പോടാ. മാറിപ്പോടാ, എടാ, മാറിപ്പോടാ. വരൂ, നമുക്ക് ഈ സിലിണ്ടറിൽ നിന്ന് എടുത്ത് ചാടാം. ഡോക്ടർ ജഡ്കയുടെ അടുത്ത് ഇതുപോലത്തെ ഒരു സിലിണ്ടറേ ഉള്ളൂ. അയാൾ നമ്മളെ നിർത്താനുള്ള പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ കണ്ടോ? ഓയ് ഈ നെറ്റ് കെട്ടിയിരിക്കുന്നിടത്തേക്ക് വാ ചങ്കുകളെ. ചിങ്കം സാറേ മാറിക്കോ. ഏയ് എന്തൊരു ശബ്ദം കേൾക്കുന്നത്? നമ്മുടെ മോട്ടു പത്ലു എന്നെ പിന്നിൽ നിന്ന് വിളിക്കുന്നത് പോലെ ഉണ്ടല്ലോ. ആ, ചിങ്കം സാറെ രക്ഷിക്കേ. വേണ്ട, വേണ്ട, മാറി നിൽക്ക്. എന്റെ അമ്മോ. മോട്ടു പത്ലു എന്തവിടെ നടക്കുന്നത്? താഴേക്ക് ഇറക്ക്, എന്നെ താഴേക്ക് ഇറക്കാൻ ഇപ്പോ ഈ നിമിഷം തന്നെ. ഐ ഓർഡർ യു ഇൻ ദ നെയിം ഓഫ് ലോ. ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ നിയമമാണ് സത്യം. ഐ ആം ഓൺ ഡ്യൂട്ടി. ചേട്ടാ രക്ഷിക്കണേ. മോട്ടു പത്ലു എന്തായി കാണിക്കുന്നേ? വഴിമാറ് വേഗം. ഇവർ നമ്മുടെ തുണികളെല്ലാം കൊണ്ട് എവിടേക്കാ പോകുന്നത്? കള്ളൻ കള്ളൻ, പിടിക്കവരെ. ഞങ്ങളുടെ തുണികളെല്ലാം തിരിച്ചു തരൂ. അല്ല, ഞങ്ങൾ മോഷ്ടിച്ചതല്ല, അറിയാതെ പറ്റിപ്പോയതോ. എന്റെ അമ്മോ, മോട്ടു പത്ലു നിങ്ങൾ രണ്ടാളും കാരണം ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെയാ സംഭവിക്കണത്? തിരിച്ചു പോകണം പ്ലീസ്. സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഐ സേ സ്റ്റോപ്പ്. എടോ ട്രക്കുകാരാ, സ്റ്റോപ്പ്. താനെങ്ങളൊന്ന് നിർത്ത്. മോട്ടു പത്ലു നിർത്തുന്ന ലക്ഷണങ്ങളൊന്നും ഇല്ല. ആ നന്ദിയുണ്ട് തേങ്ങേ, ഒരുപാട് നന്ദിയുണ്ട്. എന്റെ പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. ഞാനിപ്പോ കുറച്ച് പുറകിലേക്ക് ഇരിക്കാം. വേഗം. ആൽഫ 1 ഹെഡ്ക്വാർട്ടേഴ്സ്, ശത്രുക്കളുടെ ചാരവിമാനം നമ്മുടെ അതിർത്തി ലംഘിച്ച് വന്നിരിക്കുകയാണ്. എന്റെ വെടിയുണ്ടകളും മിസൈലുകളും എല്ലാം തീർന്നിരിക്കുകയാണ്. അവനെ എന്ത് വില കൊടുത്തും തടയണം. നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യ വിവരമായിട്ടാണ് അവൻ പോകുന്നത്. അവൻ നമ്മളുടെ രാജ്യം വിട്ട് പോകാൻ പാടില്ല. ഞാനിത് എന്തായി കാണുന്നു? രണ്ടാളുകൾ ഒരു ലോക്കൽ മിസൈലും എടുത്തുകൊണ്ട് ശത്രുക്കളുടെ വിമാനത്തെ തടയാൻ ശ്രമിക്കുകയാണ്. ഓ നോ, ഇതുപോലൊരു സംഭവം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പത്തിലു എന്തെങ്കിലും ചെയ്യ്. ദേ കണ്ടോ, പ്ലെയിൻ കൂട്ടിമുട്ടുമെന്നാ തോന്നുന്നു. അത് ശത്രുക്കളുടെ പ്ലെയിൻ ആണ്. പുറകിൽ പോകുന്ന പ്ലെയിന് അതിനെ ചേസ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്നാ പിന്നെ ഇടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം നോക്ക്. ശത്രുവിന്റെ പ്ലെയിൻ രക്ഷപ്പെടാൻ പാടില്ല. ഓക്കെ, നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ആൽഫ 1 എന്താ നടക്കുന്നത്? ആരാണ് മിസൈലുമായി പോകുന്നത്? സാർ, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അറിയില്ല, ഏതോ രണ്ട് ധീരന്മാരായ ആൾക്കാരാണ്. അത് നോക്ക്, അവന്മാരതിനെ തകർത്തിരിക്കുന്നു. അവരത് ചെയ്തിരിക്കുന്നു. ഭാഗ്യം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇന്ന് നിന്നെ ഞങ്ങൾ
ഞങ്ങൾ വിടില്ല. ഓയ്, എന്റെ നടുവിന്റെ നട്ടും പോട്ടും ഇളകി. എല്ലാരും ചേർന്ന് ഇവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം ഇന്ന്. സാർ, സാർ, നിങ്ങളുടെ ധീരത കൊണ്ട് ശത്രുക്കളുടെ ചാരവിമാനം തകർത്തിരിക്കുന്നു. അത് വളരെ വലിയ കാര്യമാണ്. നിങ്ങളെപ്പോലുള്ള ധീരന്മാരായ ആൾക്കാർ നൂറ്റാണ്ടിൽ ഒന്നേ ജനിക്കുകയുള്ളൂ. ഞാൻ സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ധീരതയ്ക്കുള്ള അവാർഡ് വാങ്ങിത്തരും. Watch India's largest kids library only on Jio Hotstar. Download the app now.